അവർക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഫോർഡബിലിറ്റിയാണ്, ഫീസാണ്. ഇല്ല, ഇത്രയും അഫോർഡബിളായിട്ട് ഇപ്പം വേറെ ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പം എല്ലാവർക്കും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാവരും പലരും ചോദിക്കുന്നുണ്ട് അഫോർഡബിളായിട്ടൊരു കൺട്രി സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ചില ആളുകൾക്ക് 58 ഉള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ രാജ്യങ്ങളും നമ്മൾ നോക്കുവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. നമുക്ക് ബാച്ചിലേഴ്സിന് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നതിനകത്ത് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഭൂരിപക്ഷം സ്റ്റുഡൻസിന് പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടുന്നില്ല. ഇപ്പോൾ ഫ്രാൻസിലൊന്നും പലർക്കും അവിടുത്തെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നില്ല. ലോങ് ടൈമിൽ അവർക്ക് അവിടെ നിൽക്കാനേ പറ്റില്ല. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന 99% ആളുകളും അവിടുത്തെ ഒന്നും ലോക്കൽ ലാംഗ്വേജ് പഠിക്കുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിപ്പം കുറേ നാളുകളായിട്ട് ഫ്രാൻസ്, അതോടൊപ്പം മറ്റ് രാജ്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഫ്രാൻസിലാണ്. അപ്പോൾ ഫ്രാൻസിനെ പറ്റി കുറേ വിദ്യാർത്ഥികൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഫോർഡബിലിറ്റിയാണ്, ഫീസാണ്. പല ഫ്രാൻസിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതൊരു മേജറായിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് അഫോർഡബിളായിട്ടൊരു കൺട്രി സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാനൊരു റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് ഇപ്പോഴും മനസ്സിലായത് ഈ 2026 ഒക്കെ പോകാൻ പറ്റിയ ബെസ്റ്റ് ഒരു കൺട്രി, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആ രാജ്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയയാണ്. നിങ്ങൾക്ക് ഓസ്ട്രിയയെ പറ്റി കൂടുതലായിട്ട് അറിയായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഓസ്ട്രിയയെ പറ്റി ബേസിക്കായിട്ടുള്ള ഐഡിയ ഉണ്ടാവും. അപ്പോൾ എന്നാൽ പോലും ഞാൻ ഓസ്ട്രിയയുടെ എന്തുകൊണ്ട് ഓസ്ട്രിയ നിങ്ങളൊരു സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളത്, അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ തന്നെ ഒരു ട്രിപ്പിൾ അക്രഡിറ്റഡ് ബിസിനസ് സ്കൂളിലാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. എന്നാൽ ഫ്രാൻസിനെ പറ്റിയുള്ള വീഡിയോസും നമ്മൾ ഓൾറെഡി ഫ്രാൻസിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എക്കോളം മെൻറ്റർ ഫ്രാൻസിൽ. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഫ്രാൻസിനെ പറ്റിയുള്ള മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു 2026 നിങ്ങൾ ഓസ്ട്രിയ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് ഞാൻ പറയുന്ന മെയിനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഫോർഡബിലിറ്റി തന്നെയാണ്. ഫ്രാൻസിൽ ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഒരു കോഴ്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 lakhs, നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ മിനിമം ഒരു 20 lakhs എങ്കിലും ആവും. ആ ഒരു കാര്യം കമ്പയർ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ഓസ്ട്രിയയായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ, ഓസ്ട്രിയയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു സെമിസ്റ്ററിൽ ഒരു 750 euros, ഒരു 75,000 ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ 2 years നിങ്ങൾ മാസ്റ്റർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 lakhs തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഇത്രയും അഫോർഡബിളായിട്ട് ഇപ്പം വേറെ ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ എന്നുള്ളത്. അത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മൾ കമ്പയറിംഗ് ടു ഇപ്പോൾ ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, അതോടൊപ്പം തന്നെ കാനഡയോ UK എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും അഫോർഡബിളായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ബെസ്റ്റായിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉള്ളൊരു രാജ്യം തന്നെയാണ് ഓസ്ട്രിയ. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ IELTS ആണ്. നിങ്ങൾക്കൊരു IELTS 6.5 ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല അത്യാവശ്യം ഒരു 6 എബോവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഓസ്ട്രിയയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. അതൊരു നല്ല കാര്യമാണ്. എന്നാൽ ചില യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് MOA വെച്ച് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റും. അത് എന്നാൽ ജർമ്മനി ആണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലെ പല യൂണിവേഴ്സിറ്റീസിലും IELTS മാൻഡേറ്ററി ആണ്. അടുത്തായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് തന്നെയാണ്. അപ്പം ജർമ്മനി നമ്മളിപ്പോൾ ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ട ആവശ്യമുണ്ട്. അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാവർക്കും ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കേസിൽ ഓസ്ട്രിയയിൽ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് മാൻഡേറ്ററി അല്ല. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു മാർക്സ് ഇപ്പം 80% 90% ഉണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് 60 എബോവ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓസ്ട്രിയയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം 60 എബോവ് ഉള്ളവർക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യാം. ചില ആളുകൾക്ക് 58 ഉള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു പോസിറ്റീവായിട്ടൊരു കാര്യം ഓസ്ട്രിയയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഏജാണ്. ഇപ്പോൾ നമുക്കൊരു മാസ്റ്റേഴ്സിനൊക്കെ ഒരു 40-45 വയസ്സുള്ളവർക്ക് വരെ ലഭിക്കുന്നുണ്ട് ഒരു മാസ്റ്റേഴ്സ് പഠിക്കാനുള്ളൊരു ഓപ്ഷൻ. ഇപ്പോൾ അത് ബാക്കി എല്ലാ രാജ്യങ്ങളും നമ്മൾ നോക്കുവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഇപ്പോൾ ഫ്രാൻസ് ആണെങ്കിൽ പോലും, ഫ്രാൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സിനാണെങ്കിൽ നമുക്ക് ഏജ് ഒരു 40 അല്ലെങ്കിൽ മുകളിലോട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പം അത് ഫ്രാൻസ് മാത്രമല്ല, കാനഡയോ മറ്റ് രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഏജ് ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഓസ്ട്രിയയുടെ കാര്യത്തിൽ ഈ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി ഏജ് വലിയൊരു പ്രശ്നമല്ല. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ജർമ്മനിയിലാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാച്ചിലേഴ്സിന് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നതിനകത്ത് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഓസ്ട്രിയയുടെ കാര്യത്തിൽ നമുക്ക് ബാച്ചിലേഴ്സിനും ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ +2 കഴിഞ്ഞവർക്കും നമുക്ക് ഡയറക്റ്റ്ലി ബാച്ചിലേഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതും വളരെ തുച്ഛമായ രീതിയിലുള്ള ഒരു സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്രാൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു മിനിമം ബാച്ചിലേഴ്സിന് ഒരു 8,000 to 10,000 euros ആവും. അപ്പോൾ ഒരു 10 ലക്ഷം, 8 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാവും ഒരു വർഷത്തെ ബാച്ചിലേഴ്സ് ഫ്രാൻസ് പഠിക്കണമെങ്കിൽ, പബ്ലിക് യൂണിവേഴ്സിറ്റിയിലല്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഭൂരിപക്ഷം സ്റ്റുഡൻസിനും പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടുന്നില്ല ഇപ്പോൾ ഫ്രാൻസിലൊന്നും. അപ്പോൾ അവർ പോകുന്നത് എന്താണ്, ബിസിനസ് സ്കൂൾസിലൊക്കെ ആണെങ്കിൽ പോലും 8 to 10 lakhs ആവും. പക്ഷേ ആ ഒരു കേസിൽ തന്നെ ഓസ്ട്രിയയിൽ നമ്മൾക്ക് ഈ ഒരു വളരെ കുറച്ച് പൈസയിൽ 1 ലക്ഷം രൂപ താഴെ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് പെർ ഇയർ. അപ്പം ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിൽ തന്നെയും നമുക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ സ്റ്റേ ബാക്കില്ല. പക്ഷേ ഓസ്ട്രിയയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമുക്ക്
ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്കും സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഉണ്ട്. പിന്നീട് എന്നൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഫ്രാൻസിൽ തന്നെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പഠിക്കാൻ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. സ്പൗസിനും ഫുൾ ടൈം വർക്ക് ചെയ്യാം. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരു സ്പൗസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യം തന്നെയാണ് ഓസ്ട്രിയ. അപ്പോൾ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജർമ്മനിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ APSൻ്റെ ആവശ്യമില്ല. ഇപ്പം ഓസ്ട്രേലിയയിലാണെങ്കിൽ നമുക്ക് APS എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നീട് പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ ഫ്രാൻസിൻ്റെയും അല്ലെങ്കിൽ ജർമ്മനിയുടെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ അടുത്തൊരു കാര്യമാണല്ലോ, നമ്മൾ ഈ ഓസ്ട്രിയയും ഷെങ്കൻ രാജ്യമാണ്. സോ ഓസ്ട്രിയയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റ് ഷെങ്കൻ രാജ്യത്തെല്ലാം പോകാനുള്ള വിസയാണ് കിട്ടുന്നത്. സോ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ 10-27 രാജ്യത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു 3 മന്ത്സൊക്കെ വെളിയിലേക്ക് പോകാനും മറ്റ് രാജ്യങ്ങളൊക്കെ പോയി താമസിക്കാനൊക്കെ പറ്റും. അതോടൊപ്പം തന്നെ ഓസ്ട്രിയയിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സ്കിൽഫുള്ളാണ്, നിങ്ങൾ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലോ മറ്റ് രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ആ രാജ്യത്തെ റൂൾസ് അനുവദിക്കുമെങ്കിൽ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ എനിക്കറിയാവുന്ന പല സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിച്ച് പല സ്റ്റുഡൻസ് ഇപ്പോൾ ലക്സംബർഗിലും അതോടൊപ്പം തന്നെ ജർമ്മനിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന എനിക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓസ്ട്രിയയിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് മറ്റ് പല രാജ്യത്തും ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു വലിയൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ജർമ്മനിയിലാണെങ്കിൽ നമ്മൾ ഹൗസ് ബിൽഡിംഗ് കോഴ്സിന് പോകുന്നുണ്ട്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ വേറെ കാര്യം നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഡയറക്റ്റ് പഠിക്കാൻ പറ്റും. അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പല സ്റ്റുഡൻസ് ഇപ്പം കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട് BSc നഴ്സിംഗിന് പഠിക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നിങ്ങൾക്ക് B1 B2 ലെവൽ ജർമ്മൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രിയയിൽ സ്റ്റൈഫൻഡോടുകൂടി പല സ്റ്റുഡൻസിനും ഇപ്പം നേഴ്സിംഗ് പഠിക്കാൻ പറ്റുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ തന്നെ സ്റ്റൈഫൻഡ് ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് നമ്മൾ പറയുന്ന പോലെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു സമയം വളരെ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലരും ജോലിയിലേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക്കായിട്ട് ഓസ്ട്രിയയെ പറ്റി നമുക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജാണ്. അപ്പം പല സ്റ്റുഡൻസ് ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ നോക്കിയിട്ട് ലഭിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓസ്ട്രിയ ചൂസ് ചെയ്യാനാണ്. ഇപ്പം പലരും പറയുന്നുണ്ട് ജർമ്മനിയൊക്കെ ഓവർ ഫ്ലഡഡ് ആയി, ഇപ്പോൾ ഇന്ത്യൻസിനെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യ, UK പോലൊക്കെ ആയെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഓസ്ട്രേലിയയിലൊന്നും അത്ര കോമ്പറ്റീഷൻ ആയിട്ടില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് ജർമ്മനി നോക്കിയിട്ട് പല യൂണിവേഴ്സിറ്റി കിട്ടാത്തവർക്കൊക്കെ ഓസ്ട്രിയ ട്രൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പോസിറ്റീവായിട്ട് മെയിനായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് തന്നെയാണ്. ഇപ്പോൾ ഈ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയെ നോക്കാം, ഓസ്ട്രിയയെ നോക്കാം. അതോടൊപ്പം തന്നെ സ്വിറ്റ്സർലൻഡിലും ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിന് മെയിനായിട്ടുള്ളൊരു ഗുണം ഓസ്ട്രിയ പഠിച്ചിട്ട് കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. ഇപ്പോൾ വൈൽ കമ്പയറിങ് എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ ലിറ്റ്വാനിയ, ലാറ്റ്വിയ അല്ലെങ്കിൽ പോളണ്ട് ഈ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് മാത്രം സംസാരിക്കുന്നത്. ഇപ്പോൾ പോളിഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അവിടെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ ജർമ്മൻ പോലെ ഫ്രഞ്ച് ഏകദേശം ഒരു 25+ കൺട്രീസ് സംസാരിക്കുന്നതാണ്. സ്വിറ്റ്സർലൻഡിൽ ജർമ്മൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഉള്ള ഒരു വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പല രാജ്യങ്ങളും സംസാരിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഈ ജർമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ജർമ്മനി പോകാൻ പറ്റാത്തവർക്ക് ഈ ഓസ്ട്രിയ പോയി കഴിഞ്ഞാൽ ജർമ്മൻ ഉണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് വൈൽ കമ്പയറിംഗ് ടു അതർ കൺട്രീസ്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. പലരും ചോദിക്കാറുണ്ട് ഈ ലാറ്റ്വിയയിലും ഈ ലിറ്റ്വാനിയനും ഈ ലാംഗ്വേജൊക്കെ. അപ്പോൾ ഈ ലിറ്റ്വാനിയയിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഈ സ്ലോവാക്യയിലൊക്കെ പോകുന്ന ആളുകൾക്ക് പലർക്കും അവിടുത്തെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നില്ല. ലോങ് ടൈമിൽ അവർക്ക് അവിടെ നിൽക്കാനേ പറ്റില്ല. ഈ ലാംഗ്വേജ് പഠിച്ചെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് വേറെ ഒരു രാജ്യത്ത് പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ലാംഗ്വേജ് ഇല്ലെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പോ PR ഒന്നും ലഭിക്കില്ല. അപ്പോൾ പല സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്നവർ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പോകുന്ന രാജ്യം അത്യാവശ്യം ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യവും അത്യാവശ്യം നല്ല GDP ഉള്ളതും ഒരു പെർ അവർ വർക്ക് പോയി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു വേജസ് ഒക്കെ കിട്ടുന്ന കൺട്രി ചൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രിയ, ജർമ്മനി, ഫ്രാൻസ് അതൊക്കെ ടോപ്പ് ആയിട്ടുള്ള കൺട്രിയാണ്. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകേണ്ടവർക്ക് അങ്ങനെ പോകാൻ പറ്റും. ഇപ്പം പക്ഷേ എന്നാൽ ഈ ഒരു കാര്യമാണ്, ഇപ്പോൾ ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷനാണ്. ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് പല രാജ്യത്തും പോയി പിന്നീട് ജോലിക്ക് ശ്രമിക്കാം. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന 99% ആളുകളും അവിടുത്തെ ഒന്നും ലോക്കൽ ലാംഗ്വേജ് പഠിക്കുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അത് പഠിച്ചെടുക്കാൻ ഈസിയുമല്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സ്ലോവേനിയൻ ലാംഗ്വേജോ അല്ലെങ്കിൽ ഇപ്പോൾ പോളിഷ് ലാംഗ്വേജോ പഠിപ്പിക്കുന്ന കേരളത്തിൽ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, എത്ര സ്ഥലങ്ങളുണ്ട്, അതൊന്നും വളരെ കുറവാണ്. പക്ഷേ ഇവിടുത്തെ സ്റ്റുഡൻസ് ലാറ്റ്വിയയിലൊക്കെ കയറി പോകുന്നുണ്ട്. പിന്നീട് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയണം, അല്ലെങ്കിൽ ഇതില്ലാതെ ലോങ് ടൈമിൽ നിൽക്കാൻ പറ്റത്തില്ല. പഠിക്കാം, തിരിച്ചു വരാം, അതുമാത്രമാണ് പല സ്റ്റുഡൻസിനും ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ ഫ്രാൻസും ഈ ജർമ്മനിയും ഓസ്ട്രിയയൊക്കെ വ്യത്യസ്തമാകുന്നത്. ഈ ലാംഗ്വേജ് ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ അല്ലെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളിലും നിങ്ങൾക്ക് ജോലിക്ക് നോക്കാമെന്നുള്ളത് മെയിൻ കാര്യം തന്നെ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞു. എന്നാലും നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് നെഗറ്റീവൊന്നും എനിക്ക് പറയാമെന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ച് ന്യൂനതകളും പറയേണ്ട കാര്യമുണ്ട്. ജർമ്മൻ ലാംഗ്വേജ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഫ്രാൻസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രഞ്ച് മാൻഡേറ്ററി ആണ്, നമ്മൾ എപ്പോഴും നമ്മുടെ വീഡിയോസ് പറയുന്നത് പോലെ തന്നെ. ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജ്
ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓസ്ട്രിയയിലും ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കണം, സിറ്റിസൺഷിപ്പ് എടുക്കണമെന്നൊക്കെയുള്ള താല്പര്യമാണെങ്കിൽ ലാംഗ്വേജ് പഠിക്കുക തന്നെ വേണം. ഫോർ ദ മൊമെൻറ്റ് നിങ്ങൾക്ക് അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മതിയായിരിക്കും. പക്ഷേ നിങ്ങൾ ലോങ് ടേമിൽ നിൽക്കണമെങ്കിൽ ജർമ്മൻ പഠിക്കണം. അത് മാത്രം അത് മനസ്സിൽ വെച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈമിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രാൻസിലൊക്കെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്കൂളിൽ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 14 ഡേയ്സിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കും. പക്ഷേ എന്നാൽ ഓസ്ട്രേലിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എടുക്കും. ഇപ്പോൾ ഇന്ന് വന്നാൽ നാളെ നമുക്ക് ഒരിക്കലും ഓസ്ട്രേലിയയിൽ കയറിപ്പോകാൻ പറ്റില്ല. ഒരു മിനിമം 6 to 8 months ഒക്കെ നിങ്ങൾക്ക് ടോട്ടൽ ടൈം എടുക്കും. അപ്പം ക്ഷമ വേണം. അപ്പോൾ ഫ്രാൻസിലെ പോലെ ഒന്നും പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. ബിസിനസ് സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്നത് നമുക്ക് സ്റ്റുഡൻസിനെ അറിയാം. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണമെന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് വിസ കിട്ടാൻ, നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി ടൈം എടുക്കുന്നുണ്ട്. സോ അതോടൊപ്പം തന്നെ പഠിക്കാൻ താല്പര്യമുള്ള ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയാൽ മതി എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ ഫ്രാൻസിൻ്റെ കാര്യം പറയാറുണ്ട്. ഫ്രാൻസിൽ അതിൽ സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്. മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പഠിക്കാൻ അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ട് പഠിക്കാൻ നോക്കുന്നവർ മാത്രം ഓസ്ട്രേലിയ പോകുക. അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെപ്പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനിരിക്കും. എന്നാൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും വരും ഇൻടേക്കുകളിലൊക്കെ ഒത്തിരിയും ധാരാളം സ്റ്റുഡൻസ് പോകുന്നുണ്ട്. നിങ്ങൾ മേജറായിട്ട് ലാംഗ്വേജ് പ്രയോറിറ്റി കൊടുക്കുക. പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്കൂൾസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ, ഓസ്ട്രേലിയ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വി വിൽ ഹെൽപ്പ് യു. ഫ്രാൻസിലെ ഏതെങ്കിലും ബിസിനസ് സ്കൂൾസിലോ അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലോ ആണെങ്കിൽ, ഈവൻ ഫോർ അയർലൻഡ് ആണെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ബെസ്റ്റ് വിഷസ്.